സ്മൃതി പരുത്തിക്കാട്. എനിക്ക് ഏത് സമയത്തും എനിക്ക് ചാർജ് എടുക്കാം, എനി ടൈം. ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്ത് വരെയത്തെ ഒരു കാര്യവുമില്ല. എനിക്ക് ഏത് സമയത്തും പോയി എടുക്കാം, ഇന്ന് പോകാം, നാളെ പോകാം, എടുക്കാം. പക്ഷേ ഞാനൊന്ന് അത് ഒക്കെ ഹൈക്കമാൻഡൊക്കെ ആയി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുന്നു. പാർട്ടിക്കകത്ത് ഒരു അനിശ്ചിതത്വമില്ല, ഒന്നുമില്ല, ഒരു അട്ടിമറിയില്ല. ആർക്കും ഇനി ആരെതിർത്താലും എന്റെ നിലവിലുള്ള പോസ്റ്റ് ആർക്കും തറക്കാനൊന്നും കഴിയില്ല. അത് അതിന്റെ വഴിക്ക് പോകും. ഒന്നുമില്ല, നാളെ ചാർജ് പ്രസിഡന്റ് ഇല്ലേ. നമസ്കാരം. കെ സുധാകരൻ നാളെ വീണ്ടും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ്. സുധാകരന്റെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഹൈക്കമാൻഡ് വേഗത്തിൽ തീരുമാനം എടുത്തത്. സാധാരണ നടപടിയാണെങ്കിൽ ആരെതിർത്താലും സ്ഥാനത്തിരിക്കുമെന്ന് സുധാകരൻ പറഞ്ഞത് എന്തിനാണ്? സുധാകരനെ നീക്കണമെന്ന മറുവിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കമാൻഡ് തള്ളുകയായിരുന്നു. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധികളില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ എൻ ശ്രീകുമാർ, ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകൻ, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ, CPMൽ നിന്ന് VPP മുസ്തഫ എന്നിവരാണ്. ആദ്യം ശ്രീ എൻ ശ്രീകുമാർ, കഴിഞ്ഞ 4-ാം തീയതി തിരഞ്ഞെടുപ്പ് അവലോകന യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ സുധാകരൻ എടുത്ത നിലപാട്. ആനന്ദ് കൊച്ചുകുടിയിലേക്കാണ് ആദ്യം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ കഴിഞ്ഞ 4-ാം തീയതി ചേർന്ന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ സുധാകരൻ എടുത്ത നിലപാടാണ് വേഗത്തിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിച്ചെന്നറിയുന്നു. സുധാകരൻ വീണ്ടും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞാൻ കരുതുന്നത് സുധാകരൻ ഈ പദവിയിലേക്ക് എത്താൻ ഒരുപക്ഷെ കാരണമാകുന്നത് ഈ ഒരു ഗ്യാപ്പാണ്. അതായത് കേരളത്തിൽ 2-ാം ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം റിസൾട്ട് വരുന്നത് ഒരു മാസത്തിലേറെ കഴിഞ്ഞിട്ടാണ്, ജൂൺ 4-നാണ്. അപ്പോൾ അത്രയും ദിവസം എന്തായാലും ഒരു താൽക്കാലിക പ്രസിഡൻ്റായിട്ട് MM ഹസനെ വെച്ച് കൊണ്ടുപോകുന്നതിലൊരു പ്രശ്നം, അത് കെ സുധാകരൻ പ്രത്യേകിച്ചും അതൊരു ക്ലെയിം വീണ്ടും പറയുന്നത് കൊണ്ട് അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലെ കോൺഗ്രസ്സിന്. അത് കേരളത്തിലല്ല, ഇപ്പോൾ ഹൈക്കമാൻഡിനാണെങ്കിലും അത് പറഞ്ഞ് ഫലിപ്പിക്കുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ചും കെ സുധാകരനോട് മുൻകൂട്ടി തന്നെ സ്ഥാനം ഒഴിയണം എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. ഇത് കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള ചില നേതാക്കൾ കൂടി സുധാകരനെ പതുക്കെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ണൂർ കരുതിക്കൂട്ടി മത്സരിപ്പിക്കുന്നു. അദ്ദേഹം ഒരു MP അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ണൂർ ജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒരു 1, 2, 3 മാസത്തിനുള്ളിൽ മാറ്റുക എന്നുള്ളൊരു ചർച്ചയാണ് പാർട്ടിയിൽ നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് എങ്ങനെ നടപ്പാക്കാൻ പറ്റും? ഇപ്പോൾ ഒരു പുനഃസംഘടന വഴി വേണമെങ്കിൽ നടപ്പാക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംഘടന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുനഃസംഘടന ഒരിടത്തും എത്തിയിട്ടില്ല. അത് താഴെ തട്ടിൽ തുടങ്ങിയെന്ന് ചില സമയങ്ങളിൽ തുടങ്ങും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജംബോ കമ്മിറ്റികൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് സുധാകരനും KPCCയും ചെയ്തത്. കാരണം അല്ലെങ്കിൽ ഇവരൊന്നും പ്രവർത്തിക്കില്ല. കോൺഗ്രസിൻ്റെ സെക്രട്ടറിമാരെ എല്ലാം വീണ്ടും പഴയ ജംബോ കമ്മിറ്റിയായിട്ട് തിരിച്ച് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പലർക്കും കൊടുത്ത ചുമതലകളൊന്നും നിർവഹിക്കാൻ പറ്റാതെ വലിയ പരാതികൾ പലരെക്കുറിച്ചും പാർട്ടിക്കുള്ളിൽ വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സുധാകരനെ എങ്ങനെ ഈ ഒരു മാസത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റും? അത് പ്രത്യേകിച്ചും അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക, എന്നിട്ട് 1-2 മാസത്തിന് ശേഷം അദ്ദേഹത്തെ പതുക്കെ ആ സ്ഥാനത്ത് നിന്ന് ഒരു പുനഃസംഘടന വഴി മാറ്റാനാണ് പാർട്ടിയുടെ പദ്ധതി എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും VD സതീശനും A ഗ്രൂപ്പിനും പാർട്ടിയിൽ മറ്റ് പലർക്കും അദ്ദേഹത്തോട് സുധാകരനോടുള്ള എതിർപ്പ് കാരണവും, പിന്നെ KC വേണുഗോപാലിന് തന്നെ അദ്ദേഹത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. അദ്ദേഹം ഇവിടെ പാർട്ടി സംഘടന ഒരു വലിയ ഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് പകരം ആര് വരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ ചോദ്യം പ്രസക്തമല്ല. അതിന് പല കണക്കൂട്ടലുകൾ, പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ മുരളീധരൻ എങ്ങാനും തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരും, അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരും, കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരും. അങ്ങനെ പല സാധ്യതകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കരുതുന്നത് എന്തായാലും സുധാകരനെ ഒരു മാസത്തേക്ക് മാറ്റി നിർത്താൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് സമ്മർദ്ദത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ വീണ്ടും
ആ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരികയും ഈ ജൂൺ 4-ന് ശേഷം 1, 2, 3 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കണ്ണൂരെങ്ങാനും തോറ്റാൽ മാത്രമാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഈ പദ്ധതി അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും എന്ന് ആശങ്ക എല്ലാവർക്കും ഉള്ളത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP ഇപ്പോൾ കെ സുധാകരന്റെ അസംതൃപ്തി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണോ? നേരത്തെ ദല്ലാൽ നന്ദകുമാറിന്റെ പ്രതികരണം പുറത്ത് അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സുധാകരനുമായിട്ടും BJP ചർച്ച നടത്തിയിട്ടുണ്ട്, പോകാൻ ആഞ്ഞു നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയതെന്ന്. ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാവുന്ന കാര്യമല്ല. പക്ഷേ വേണ്ടി വന്നാൽ പോകും എന്നുള്ള പ്രതികരണം അദ്ദേഹം പണ്ട് നടത്തിയത് നമ്മുടെ മുന്നിലുമുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദതന്ത്രം എന്തായിരിക്കുമെന്നാണ് BJP കരുതുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും. കേന്ദ്രത്തിലും അധികാരമില്ല, കേരളത്തിലും അധികാരമില്ല. അപ്പോൾ അധികാരമുള്ള സ്ഥാനം എന്ന് പറയാൻ പാർട്ടിയുടെ വലിയ വലിയ പ്രസിഡന്റ് സ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനം മോഹിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയെങ്കിൽ അതാത് സ്റ്റേറ്റിൻ്റെ PCC പ്രസിഡന്റ് സ്ഥാനങ്ങൾ എന്നുള്ളത് വളരെയേറെ വിലപിടിപ്പുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റായിട്ട് ഇപ്പോൾ മാറുകയാണ്. അപ്പോൾ PCC പ്രസിഡന്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാരവാഹികൾ എന്നുള്ളിടത്തേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചുരുങ്ങേണ്ടി വരുന്നു എന്നുള്ളത് വലിയൊരു ദുര്യോഗമാണ്. കാരണം മന്ത്രിമാരായി, കേന്ദ്രമന്ത്രിമാരായി, MLA മാരായി, MP മാരായി അങ്ങനെ വിലസിയിരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇപ്പോൾ അത്തരം സ്ഥാനങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നുകൂടാൻ വേണ്ടിയുള്ള തിടുക്കം വളരെ വലുതാണ്. ഈ അവസരത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാലും ഇല്ല എങ്കിൽ തന്നെയും അസംതൃപ്തരായിട്ടുള്ള കോൺഗ്രസ്സുകാർ, അത് സുധാകരനാണെങ്കിലും മുരളീധരനാണെങ്കിലും ആര് തന്നെയാണെങ്കിലും പാർട്ടി വിട്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്നുണ്ട്. കേരളത്തിലും നമ്മളത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ ഇന്ന് നേരിടുന്ന പ്രശ്നം, കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇന്ന് പുകയുന്ന ഈ പ്രശ്നം നാളെ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയാൽ കൂടുതൽ നേതാക്കന്മാർ തീർച്ചയായിട്ടും BJP ലക്ഷ്യമാക്കി നീങ്ങും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശ്രീ ജയസൂര്യൻ, നിങ്ങളെ സംബന്ധിച്ച് ഒരു രഹസ്യ ചർച്ച നടത്താൻ പറ്റാത്തൊരു വല്ലാത്ത സാഹചര്യമില്ലേ? ഒരു ചർച്ച നടത്തുമ്പോഴേക്കും നിങ്ങളുടെ നേതാക്കൾ തന്നെ അത് വലിയ വായിൽ പുറത്തേക്ക് പറയുകയാണ്. അല്ല, ഇവിടെ ഇപ്പൊ ചർച്ചയുടെ ഒന്നും ആവശ്യം പോലുമില്ല. ചർച്ച നടത്തി വരേണ്ട ഒരു ആവശ്യം പോലുമില്ല. അത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ, നേതാക്കന്മാർ കൂട്ടത്തോടെ BJPയിലേക്ക് ഒഴുകിയെത്താവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ചർച്ചയുടെ ഒരു പ്രസക്തിയൊന്നുമില്ല. നേരിട്ടിങ്ങ് വന്നാൽ മാത്രം മതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ VPP മുസ്തഫ, CPM എങ്ങനെയാണ് കെ സുധാകരന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മടങ്ങി വരവിനെ കാണുന്നത്? ആരെതിർത്താലും ഞാൻ പ്രസിഡന്റ് ആകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എതിർക്കുന്നത് മറ്റു പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പല്ലല്ലോ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിൽ കോൺഗ്രസിലെ അവിശ്വാസവും അദ്ദേഹത്തിൻ്റെ നേതൃശേഷി, അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും ഇതെല്ലാം വലിയ പരാജയമാണ് എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന സംഗതികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്തോ അദ്ദേഹം വലിയ കൊലക്കമ്പനാണ്, കേരളത്തിലെ CPMനെ മുട്ടുകുത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നൊക്കെയുള്ള നരേഷനോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ 3-4 ദിവസമായിട്ട് അദ്ദേഹം തന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം, പുതിയൊരു സ്ഥാനമല്ലല്ലോ, അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം തിരികെ എടുക്കുന്നത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം അരിപ്പാട് മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചു. ആ സമയത്ത് അന്ന് കോൺഗ്രസിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന തലേക്കുന്നിൽ ബഷീറിന് തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള പ്രസിഡന്റിന്റെ ചുമതല നൽകി. വോട്ടിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം, വോട്ടെണ്ണുന്നവരെയൊന്നും കാത്തുന്നില്ല, വോട്ടിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം രമേശ് ചെന്നിത്തല തിരികെ തിരുവനന്തപുരത്തെത്തി ചുമതല ഏറ്റെടുത്തു. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല, ആ വിഷയം ഒരു വാർത്തയുമായിട്ടില്ല, ഒരു സാധാരണ സംഭവം പോലെ അവിടെ നടന്നതാണ്. പക്ഷെ ഇവിടെ കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നത് തന്നെ വലിയ വിവാദമായി. അദ്ദേഹം പറയുന്നു ഞാൻ മത്സരിക്കാനില്ല, പക്ഷെ അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിച്ചു. ആ മത്സരിപ്പിച്ചയാൾ മത്സരത്തിന് പോയപ്പോൾ KPCC പ്രസിഡന്റിന്റെ ചുമതല മാറ്റിക്കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത കത്തിലെ വാചകം തന്നെ സ്മൃതി ശ്രദ്ധിക്കേണ്ടതാണ്. AICCയുടെ കത്തിൽ പറയുന്നത് ഡ്യൂറിങ് ദ എൻറ്റയർ ടൈം ഓഫ് ദി പീരിയഡ് ഓഫ് ദി ഇലക്ഷൻ പീരിയഡ് എന്നാണ്, ഇലക്ഷൻ പ്രോസസ് എന്നാണ്, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ നടക്കുന്ന കാലയളവിലേക്ക് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം വരുന്നിടത്ത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിയുമ്പോഴേ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോഴേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ ഒരു സൂത്രം തന്നെ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. AICCയുടെ ആ ഉത്തരവിൽ തന്നെ ഇദ്ദേഹത്തെ മാറ്റി AICCക്ക് ഒരു ആക്ടിംഗ് പ്രസിഡന്റിനെ നിയോഗിക്കുന്ന ഉത്തരവിൽ തന്നെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡ്യൂറിങ് ദ എൻറ്റയർ പീരിയഡ് ഓഫ് ദി ഇലക്ഷൻ പ്രോസസ് എന്നാണ്. അപ്പോ ആ കെണി വെച്ച് തുടങ്ങിയിട്ടുള്ള ഈ പ്രവർത്തനം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി, അദ്ദേഹത്തെ അതിന്റെ പേരിൽ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം, അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതിന് ഇറക്കിയ ഉത്തരവിലെ വാചകം ഇപ്പോ ആ പ്രസിഡന്റ് ചുമതല അദ്ദേഹത്തെ തിരികെ ഏൽപ്പിക്കുന്നതിന് എടുത്തിട്ടുള്ള നാടകം. ഇതെല്ലാം കാണിക്കുന്നത് കെ സുധാകരൻ എന്ന നേതാവിൽ കോൺഗ്രസിലെ പല വിഭാഗങ്ങൾക്കുമുള്ള അവിശ്വാസമാണ്. ഇദ്ദേഹത്തെയും വെച്ചുകൊണ്ട് ഇനി കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിനെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല. വലിയ നഷ്ടമാണ് കോൺഗ്രസിനുണ്ടാകാൻ വേണ്ടി പോവുക. തുടർച്ചയായിട്ട് ഇനി തെരഞ്ഞെടുപ്പുകൾ തന്നെ വരികയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, 26 ആദ്യത്തിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും ഇടവേളകളില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് ഉൾപ്പെടെ പോകുമ്പോൾ ഈ സുധാകരനെ പോലെ ഒരാളെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് സംഘടന ദുർബലമാവുകയാണ്. ഇത് ബോധ്യപ്പെട്ട അവിശ്വാസമല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, ഈ പറയുന്ന വലിയ ഈ വീരവാദത്തില് എന്തെങ്കിലും സുധാകരന് താല്പര്യമുണ്ടെങ്കിൽ സുധാകരൻ കാണിക്കേണ്ടത് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ എതിർക്കുന്ന, തന്നെ അവഗണിക്കുന്ന, തന്റെ നേതൃശേഷിയെയും സംഘടനാ പാടവത്തെയും ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ പരസ്യമായി അപമാനിച്ച ആളുകളോട് വേണ്ട എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പദവികൾ, ആ പദവികളാണ് അവർ അധികാരങ്ങൾ വലിയ ചുമതലയായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നിൽക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോ എന്തെങ്കിലും തരത്തിൽ ഒന്ന് താണുകൊടുത്താൽ തന്നെ ചവിട്ടി താഴ്ത്തും എന്ന് സുധാകരൻ അറിയാം. അതുകൊണ്ടാണ് ഈ സമ്മർദ്ദം, വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇപ്പോ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഹൈക്കമാൻഡ് സുധാകരന്റെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ലോ കമാൻഡായി മാറിയിരിക്കുന്നു എന്നല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അത്രമേൽ മോശമായ അവസ്ഥയിലേക്ക് സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ, അദ്ദേഹത്തിന്റെ എല്ലാ ശേഷിയെയും നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കുന്ന വിധത്തിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ അപമാനിക്കുന്ന വിധത്തിലേക്കാണ് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സുധാകരന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇതിപ്പോൾ നേരത്തെ അറിയാവുന്നതാണ്, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നും ഈ നവകേരള യാത്രയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഇതൊക്കെ ഏത് രൂപത്തിലാണ് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് അറിയാവുന്നതാണ്. ആ ഘട്ടത്തിലാണ് VD സതീശനടക്കമുള്ള ഹൈക്കമാൻഡ് പരാതി നൽകിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊരു ഉറപ്പാണ് അന്ന് ഹൈക്കമാൻഡ് നൽകിയിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് ഇരിക്കാൻ അദ്ദേഹം തിടുക്കം കാണിക്കുന്നത് തന്നെ ആ രൂപത്തിൽ അപമാനിച്ച് പുറത്താക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വേണം വിലയിരുത്താൻ ഈ ഘട്ടത്തിൽ? ശ്രീ കെ സുധാകരനെ അപമാനിച്ച് പുറത്താക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും അദ്ദേഹം ഈ പദവിയിലേക്ക് വരുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ ആത്യന്തികമായി മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിനൊരു കൗണ്ടർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒത്ത ഒരു KPCC അധ്യക്ഷൻ എന്ന രീതിയിലാണ് പലരും കെ സുധാകരനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പിന്തുണച്ചത്. ആ ഘട്ടത്തിലൊക്കെ, തുടക്കത്തിലൊക്കെ അദ്ദേഹം 2017, 2018 കാര്യമായ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. 2014 തന്നെ അദ്ദേഹം പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് G. കാർത്തികേയനും VM സുധീരൻ്റെയൊക്കെ പേരുകൾ ചർച്ച ചെയ്തിരുന്ന സമയത്ത്. അതിനുശേഷം VM സുധീരൻ 2017 തുടക്കത്തിൽ തന്നെ അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയും MM ഹസൻ ഒരു വർഷത്തോളം ഇതുപോലെ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ആ സ്ഥാനത്ത് ഇരിക്കുകയും, അതിനുശേഷം മുല്ലപ്പള്ളി വരുന്ന സമയത്തൊക്കെ കെ സുധാകരൻ ഒത്തിരി ശ്രമിച്ചതാണ്, പക്ഷേ കിട്ടിയില്ല. അതിനുശേഷം പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരുന്നത് 2021 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ്. അന്ന് അദ്ദേഹത്തിൽ നിന്ന് പലരും പലതും പ്രതീക്ഷിച്ചു. പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തോട് എതിർപ്പുള്ള കുറേ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കരുതിയത് അദ്ദേഹം കാര്യമായിട്ട് സംഘടനയെ ചലിപ്പിക്കുമെന്നാണ്. അദ്ദേഹം ഈ പാർട്ടിയെ ഒരു സെമി കേഡറാക്കി മാറ്റും എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അത് നടപ്പിലാക്കാൻ അദ്ദേഹം തുടക്കത്തിലൊക്കെ ശ്രമിക്കുകയും ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷേ
അതൊന്നും അദ്ദേഹത്തിന് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ അത് കാര്യക്ഷമമായിട്ട് നടത്താനോ ഒന്നും പറ്റിയില്ല. അദ്ദേഹത്തിന് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ നാക്കുപിഴകൾ, സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ഈ അടുത്ത് പത്രസമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ, പുതുപ്പള്ളിയുടെ ഘട്ടത്തിൽ വി.ഡി. സതീശനുമായിട്ട് നടന്ന പരസ്യമായിട്ടുള്ള ആ പോര്, അതിനുശേഷം ചില തമിഴ് പ്രയോഗങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നുണ്ടായി. ഇതെല്ലാം വലിയ അവമതിപ്പാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്. കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തോതിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം തന്നെ മനസ്സിലാക്കി ഈ ഒരു പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ വീണ്ടും നിർബന്ധിച്ച് മത്സരിപ്പിച്ചത് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വേള അദ്ദേഹം കരുതാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അനുകൂലമല്ല എന്നൊരു വിലയിരുത്തലിലേക്ക് താങ്കൾ എത്തുകയാണല്ലേ? അവിടെ ലീഗ് ആദ്യഘട്ടത്തിൽ ഒന്ന് മടിച്ചു നിന്നു പ്രചാരണത്തിന് എന്ന് പോലും വിവരമുണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടമായപ്പോഴേക്കും കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ടിട്ടാണ് അവിടെ പ്രവർത്തകർ സജീവമായത് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരാജയ ഭീതി കണ്ണൂരിനെ സംബന്ധിച്ച് സുധാകരനുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? താങ്കളുടെ വിലയിരുത്തലും ആ രൂപത്തിലാണോ? മാത്രമല്ല അദ്ദേഹം ഇവിടെ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ ഇവിടെ ഇപ്പോൾ ചുമതലയുണ്ടായിരുന്ന ദീപാദാസ് മുൻഷി അവർ പറഞ്ഞത് ബംഗാളിൽ ഇതിനേക്കാൾ കൂടുതൽ ബൂത്തുകളുണ്ട് എന്നൊരു പ്രതികരണം നടത്തിയിട്ടാണ് പോയത്. അല്ല, കണ്ണൂരിൽ സുധാകരൻ പരാജയപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ചിലരൊക്കെ കരുതുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചില കോൺഗ്രസ് നേതാക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് 3-4 ഈ മണ്ഡലങ്ങൾ അവർക്ക് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ പെട്ടതാണ് കണ്ണൂർ. പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ 18 മണ്ഡലങ്ങളിൽ പോവുകയും 19ാമത് കണ്ണൂരിൻ്റെ ഒരു ഭാഗം തലശ്ശേരി ഭാഗത്തൊക്കെ വരെ എത്തുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്തായാലും അവിടെ സുധാകരൻ തോൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ സുധാകരനെതിരെ മത്സരിച്ചത് എം വി ജയരാജനാണ്. എം വി ജയരാജൻ്റെ പഴയ നാട്ടുഭാഷയൊക്കെ ചില എം മണിയേക്കാളൊക്കെ അല്ലെങ്കിൽ ആ നിലവാരത്തിലൊക്കെ പല നാട്ടുഭാഷയും പ്രയോഗിച്ച ഒരാൾ കൂടിയാണ് എം വി ജയരാജൻ. ഇപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും അത് പ്രയോഗിക്കുന്നില്ല എന്ന് മാത്രം. ശുംഭൻ പ്രയോഗമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ ജഡ്ജിമാർക്കെതിരെ. അപ്പോൾ എം വി ജയരാജൻ സുധാകരന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ആ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കണ്ണൂർ സുധാകരൻ തന്നെ ജയിക്കുമെന്നാണ്. പക്ഷേ ആ ഒരു ജയത്തോടു കൂടി അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന്, അതായത് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പാണ്. ഒരു വേള അദ്ദേഹം തോറ്റാൽ, ഇപ്പോൾ ലീഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെയൊക്കെ ഈ സമസ്ത വിഭാഗത്തിൻ്റെ ഒരു 3 നേതാക്കൾ, സുപ്രഭാതം പത്രത്തിൻ്റെ കൺട്രോളുള്ള മുസ്തഫ മുണ്ടുപാറ, ഹമീദ് ഫൈസലി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, അവരുടെ നേതാവ് ഉമർ ഫൈസി മുക്കം, ഇതുപോലെയുള്ള സമസ്തയിലെ ചെറിയൊരു ഷജറ വിഭാഗം എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം വോട്ട് മറിക്കാൻ കുറേ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മലബാറിൽ മുഴുവൻ നടന്നിട്ടുണ്ട്. പൊന്നാനി മുതൽ കാസർഗോഡ് വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും ഈ തലശ്ശേരിക്കപ്പുറം കുറേ ഇപ്പോൾ അഴീക്കോട് ഭാഗത്തും തളിപ്പറമ്പിലൊക്കെയുള്ള മുസ്ലിം വോട്ടുകളൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാകരന് തോൽക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ തോറ്റാൽ സുധാകരന് പിന്നെ 2 സ്ഥാനവുമില്ലാതെ KPCC അധ്യക്ഷ സ്ഥാനവുമില്ല, MP സ്ഥാനവുമില്ല. അദ്ദേഹത്തിനെതിരെ കുറേ കേസുകളുണ്ട്. പ്രത്യേകിച്ച് മോൻസൺ മാവുങ്കലുമായിട്ട് ബന്ധപ്പെട്ട കേസിലൊക്കെ അദ്ദേഹത്തിന് ഇനിയും കോടതി കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു MP സ്ഥാനം പോലും ഇല്ലാതെ അദ്ദേഹം KPCC അധ്യക്ഷനും അല്ലാത്തൊരു രീതിയിൽ അദ്ദേഹം എങ്ങനെ ഈ സ്ഥാനഭ്രഷ്ടനാക്കുകയാണെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് പറയാൻ വയ്യ. അപ്പോൾ അദ്ദേഹത്തിന് മുൻപ് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം വേറെ പാർട്ടിയിലേക്ക് പോകും, BJPയിലേക്ക് പോകും. ഇപ്പോൾ അടുത്ത അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പട്ടി ആയിട്ടുള്ള ബ്രൂണോ പോലും പോവില്ല എന്നാണ്. പക്ഷേ പണ്ട് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പലരും, ഇപ്പോൾ കേരളത്തിൽ പലരും കരുതുന്നത് അദ്ദേഹം BJPയിലേക്ക് പോകുമായിരുന്നു എന്നാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി സുധാകരനുമായിട്ട് ചർച്ച നടത്തി പല ഘട്ടമൊക്കെ കടന്നു. അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനമൊക്കെ കിട്ടാത്തൊരു ഘട്ടത്തിൽ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിക്കാനൊക്കെയുള്ള ഒരു ചർച്ചയൊക്കെ നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളത് അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ N. ശ്രീകുമാർ, സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം കണ്ടല്ലോ. ഹൈക്കമാൻഡ് തീരുമാനവും അറിഞ്ഞു. നാളെ ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയാണ്.
ഹസൻ സ്ഥാനം ഒഴിയുന്നു. പക്ഷേ സുധാകരൻ എന്ന് പറഞ്ഞത് ആരെതിർത്താലും ഞാൻ ആ സ്ഥാനത്തിരിക്കും എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഒരു പ്രതികരണം? CPM-ന് എതിർപ്പോ BJP-യിൽ നിന്നുള്ള എതിർപ്പോ അല്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ആരൊക്കെയോ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർക്കുന്നു, അങ്ങനെ എതിർപ്പ് വിലപ്പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനം ഉറപ്പിക്കുകയാണ് അദ്ദേഹം. അത് പരസ്യമായി പറയുകയും ചെയ്യുന്നു. ആരെതിർത്താലും എന്ന് വെച്ചാൽ അത് ആ സംസാര ഭാഷയ്ക്കിടയ്ക്ക് സുധാകരന്റെ ശൈലി വന്നതായിട്ട് മാത്രം കണക്ക് ഈ കൂട്ടിയാണ്. ശൈലിയാണല്ലോ അദ്ദേഹത്തിന് പ്രശ്നമാകുന്നത്. അല്ല, അത് ഞാൻ പറയാം. അതായത് സുധാകരന്റെ ശൈലി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ സ്മൃതി ചോദിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞെന്ന് മാത്രം. ശ്രീ സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് 2 ദിവസത്തിനുള്ളിൽ സ്ഥാനമേൽക്കുമെന്ന് ഇന്നലെ രാത്രി 8 മണിക്കുള്ള റിപ്പോർട്ടർ ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇതൊരു അനാവശ്യ ചർച്ചയായിരുന്നു. നമ്മളുടെ ഡിബേറ്റ് അല്ല. ഈ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനൊരു ചർച്ചയ്ക്ക് ഒരു സാഹചര്യം ഒരുക്കിയത് എന്തായാലും ഒരു സാധാരണ പറയുന്ന പോലെ നിർഭാഗ്യകരമായി പോയി. കാരണം കോൺഗ്രസ് UDF ഒക്കെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് തിരിച്ചു വന്നപ്പോൾ വലിയ നേട്ടമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ ഈ കാര്യം അവർ ഗൗരവത്തോടെ എടുത്തില്ല. അല്ലെങ്കിൽ KC വേണുഗോപാലും മറ്റു നേതാക്കളൊക്കെ ഒരുമിച്ചിരുത്തി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷെ അവർ അക്കാര്യത്തിൽ ഒരു ശുഷ്കാന്തി കാണിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ മുതിർന്ന നേതാക്കൾ ഉടൻ തന്നെ ഇടപെട്ട് സുധാകരന്റെ സ്ഥാനം തിരിച്ചു കൊടുക്കണം എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത് അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ സ്ഥാനമേൽക്കുമെന്ന്. അദ്ദേഹം നാളെ സ്ഥാനമേൽക്കും. പക്ഷെ അതൊരു അനാവശ്യ ചർച്ചയ്ക്ക് വഴിവെച്ചത് കോൺഗ്രസ് പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയധികം ഭൂരിപക്ഷം ഒരു UDF മുന്നണിക്ക് സമ്മാനിക്കാനായിട്ട് ജനങ്ങൾ ഒരു അജണ്ട നിശ്ചയിച്ച് അതിൽ കോൺഗ്രസും UDF-ഉം ഭാഗഭാക്കായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയത് എന്നൊരു തോന്നൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് നമ്മുടെ മുസ്തഫ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ശ്രീ മുസ്തഫയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ സുധാകരനാണെങ്കിലും കോൺഗ്രസ് നേതാക്കളാണെങ്കിലും BJP-യുടെ ഒരു പ്രഭാരിയായിട്ട് ചർച്ചയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ LDF-ന്റെ കൺവീനർ ഒരു പ്രഭാരിയുമായിട്ട് ചർച്ച നടത്തിയ കാര്യം വോട്ടെടുപ്പ് ദിവസം വന്നല്ലോ. അപ്പൊ സുധാകരൻ BJP പോ എന്ന് പക്ഷേ എന്റെ സുഹൃത്ത് ആനന്ദ് കൊച്ചുകൂടിയും പറഞ്ഞു. ഇങ്ങനെ പക്ഷേ BJP പോകുന്ന അദ്ദേഹം നന്ദകുമാർ പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് സുധാകരനുമായിട്ടും ചർച്ച നടന്നിട്ടുണ്ടെന്നാണല്ലോ. അല്ല, സുധാകരനോട് ചർച്ച നടന്നു നന്ദകുമാർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. EP ജയരാജൻ പറഞ്ഞല്ലോ ഞാൻ ചർച്ച നടത്തിയെന്ന്. അല്ല, നന്ദകുമാർ പറഞ്ഞതിനെ ശരിവെക്കുന്നു EP, പക്ഷേ സുധാകരൻ അത് പറഞ്ഞിട്ടില്ല. അല്ല, സുധാകരൻ പറഞ്ഞിട്ടില്ല. സുധാകരൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറയട്ടെ. സുധാകരൻ പണ്ടം കണ്ടോ, എന്റെ സ്മൃതി പണ്ടം കണ്ടോ സുധാകരനോട് ചോദിച്ചു നിങ്ങൾ BJP പോകുമെന്ന് ചോദിച്ചു. അപ്പൊ സുധാകരൻ പറഞ്ഞു എനിക്ക് BJP പോകണമെങ്കിൽ നിങ്ങളുടെ അനുമതി വേണമെന്ന് ചോദിച്ചു. അത് മാറ്റിയിട്ട് തനിക്ക് വേണ്ടി വന്നാൽ താൻ BJP പോകുക എന്നാക്കി മാറ്റി. അത് പിന്നെ ചർച്ചാ വിഷയമായി. അത് അന്നത്തെ ക്ലിപ്പിക്കൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. സുധാകരൻ അതൊരു താങ്കൾ തന്നെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ശ്രീകുമാർ. അല്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് തന്നെയാ പറയുന്നത്. സുധാകരന്റെ ശൈലിയെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പക്ഷെ അദ്ദേഹം BJP പോകുന്നൊക്കെ നമ്മൾ വെറുതെ എന്ന് പറഞ്ഞ ഒരു KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമാണ്. അദ്ദേഹം പഴയ കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ NSOയും അതുപോലെ പിന്നീട് സംഘടനാ കോൺഗ്രസും ജനതാ പാർട്ടിയും ഒക്കെ ആയിരുന്നു. ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റുള്ള BJP പണ്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൽ വന്നു. അദ്ദേഹം ജനതാ പാർട്ടിയിൽ നിന്ന് വിട്ട് ഗോപാലന്റെ ജനതാ പാർട്ടിയിൽ ചേർന്നു. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൽ വന്നു. കോൺഗ്രസിൽ അദ്ദേഹം കരുത്തനായിട്ട് മുന്നോട്ട് വന്നു. അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിലെ പോരാളിയായി. കണ്ണൂരിന്റെ ശൈലി അദ്ദേഹവും കൈക്കൊണ്ടു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ അവിടുത്തെ സാധാരണക്കാരും കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ പിന്തുണച്ചു. അദ്ദേഹം പിണറായി വിജയനെതിരായ നിലപാടുകളെടുത്തു. അവിടുത്തെ ജയരാജന്മാരുടെ കണ്ണിലത്തെ കരടായി, പിണറായി വിജയന്റെ കണ്ണിലത്തെ കരടായി എന്ന് വെച്ചുകൊണ്ട് സുധാകരൻ BJP പോകുമെന്ന് അങ്ങനെ പറഞ്ഞത് അവഹേളിക്കലല്ലേ അത്? അതൊരു അവഹേളനമാണ്. കാരണം ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ നാളെ BJP പോകുന്ന പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? LDF കൺവീനർ BJP പോകുന്ന ഞാൻ കരുതുന്നില്ല. അതേ ചർച്ച നടത്തിയത് വേറെ വിഷയമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അതേ BJP പോകുന്ന ആരെങ്കിലും കരുതുവോ? അപ്പൊ ചർച്ച നടത്താത്ത കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അവരാണ് പറയുന്നത് ഞങ്ങൾ BJP വിരുദ്ധരാണെന്ന്. നോക്കൂ, 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് വന്നില്ലേ സ്മൃതി? എവിടാണ് നമ്മുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ? ആലോചിച്ചാൽ ഞാൻ ചർച്ച ചെയ്യുന്നില്ല, നമ്മൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അതായത് കോൺഗ്രസിന്റെ ഈ നാട്ടിലെ രാജ്യത്തെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കോൺഗ്രസ് ആണ് ഇടതുപക്ഷം ഇല്ലാതെ എന്ത് ഇന്ത്യ എന്ന് ചോദിച്ചിട്ട് എവിടെ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഏക മുഖ്യമന്ത്രി? എന്താ അദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ പോകാത്തത്? ഇതൊക്കെ നമുക്ക് ചർച്ചയാക്കണം. അതിനിടയ്ക്കാണ് സുധാകരൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ വിലാപം നടത്തുന്നത്. സുധാകരൻ നാളെ KPCC പ്രസിഡന്റായിട്ട് മറ്റന്നാൾ അദ്ദേഹം ആക്ട് ചെയ്യും. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പും തൃക്കാക്കര തെരഞ്ഞെടുപ്പും നടന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ കോൺഗ്രസിലെ വളരെ അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന, നവകേരള യാത്രക്കിടെ നടത്തിയ പ്രസ്താവന, ഇതൊക്കെയാണല്ലോ ഹൈക്കമാൻഡിൽ പരാതിയായി പോയതും.
അല്ല, പരാതി ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, സുധാകരൻ വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്ന ഒരാളാണ്. അതായത് കോൺഗ്രസ് നേതാക്കൾക്ക് പല ശൈലിയുള്ളവരാണല്ലോ. AK ആന്റണിയെ പോലെ ആയിരുന്നില്ല കരുണാകരൻ, സുധീരനെ പോലെ ആയിരുന്നില്ല VD സതീശൻ, അല്ലെ ചെന്നിത്തല. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. സുധാകരന്റെ ശൈലി വെട്ടിത്തുറന്ന് പറയുന്നതാണ്. പക്ഷേ ആ ശൈലിയെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിച്ചു. ശരി. അതുകൊണ്ടാണ് ആരെന്തെങ്കിലും പറഞ്ഞാലും അവർ സുധാകരേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ പോകുന്നത്. ഇന്നും സുധാകരൻ ഫയർ ബ്രാൻഡാണ് കോൺഗ്രസിലെ, തീപ്പൊരിയാണ്, ആ സംശയമില്ല. നിങ്ങൾ എത്ര BJP പോകുമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ശ്രീ ആനന്ദ് പറഞ്ഞ അദ്ദേഹം തൃണമൂലമായിട്ട് ചർച്ച നടത്തിയത്. ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ അത് അങ്ങനെ പറയാൻ കാരണം എന്താ? അദ്ദേഹം കരുത്തനായതുകൊണ്ടാണ്. അല്ലെ സുധാകരൻ ആരുമല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ ആരെങ്കിലും ഒക്കെ. പക്ഷെ ഒരു ശരി, കാര്യം വളരെ വ്യക്തമായിട്ട് കരുത്തനായ മനസ്സിലാക്കിക്കോ. സുധാകരൻ എന്നുള്ളതാണ് ശ്രീ N ശ്രീകുമാറിന്റെ പക്ഷം. ശ്രീ VPP മുസ്തഫ, ശ്രീ N ശ്രീകുമാറിന് മറുപടി നൽകാം. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എവിടെ ഇപ്പോൾ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഈ സുധാകരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും KPCC പ്രസിഡന്റ് ആകുന്നതോ കാര്യങ്ങളോ ഒന്നും CPM-ന്റെ നയപരമായ ഒരു വിഷയമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ബഹുകക്ഷി രാഷ്ട്രീയമാണ്, ജനാധിപത്യ സംവിധാനങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ചർച്ച നടക്കുമ്പോൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലാതെ ഞാനിവിടെ പറയുന്നതൊന്നും CPM-ന്റെ ഇക്കാര്യത്തിലുള്ള എന്തെങ്കിലും നയപരമായ കാരണം അങ്ങനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോ കമ്മിറ്റിയോ ഒന്നും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട വിഷയമല്ലല്ലോ KPCC പ്രസിഡന്റിന്റെ മാറ്റം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം കണ്ണൂരിലെ എന്തോ വലിയ ആളാണ്, അത് പിണറായി വിജയനെ എതിർക്കാൻ പറ്റുന്ന ഒരാളാണ്. 2016 തൊട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? 2021 ശേഷമല്ലേ സുധാകരൻ KPCC പ്രസിഡന്റ് ആകുന്നത്? അപ്പൊ ഈ 8 വർഷമായിട്ട് തുടരുന്ന മുഖ്യമന്ത്രി എതിർക്കാൻ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഇദ്ദേഹം വന്ന് നടക്കുമോ? എന്താ കണ്ണൂരിൽ തന്നെ സുധാകരൻ ഉണ്ടാക്കിയത്? ഇപ്പോൾ നേരത്തെ കോൺഗ്രസിലെ പല ചരിത്രവും ശ്രീകുമാർ പറഞ്ഞല്ലോ എങ്ങനെയാ സുധാകരൻ വളർന്നു വന്നതെന്ന്. N രാമകൃഷ്ണന്റെ കഥ എന്താ? P രാമകൃഷ്ണന്റെ കഥ എന്താ? കണ്ണൂരിലെ കോൺഗ്രസിനെ വലിയ നിലയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവിഭക്ത കണ്ണൂർ ജില്ലയുള്ള കാലം തൊട്ട് വലിയ നിലയിൽ പ്രവർത്തിച്ച N രാമകൃഷ്ണനും P രാമകൃഷ്ണനും പോലെയുള്ള വലിയ നേതാക്കൾ എങ്ങനെയാണ് മൂലക്കായി പോയത്? അവരൊക്കെ എങ്ങനെയാണ് നെഞ്ചുപൊട്ടി മരിക്കേണ്ടി വന്നത്? ആര് മൂലമാണ്? പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വേറെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ കേരളത്തിലെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ വിശ്വാസമില്ലാന്നേ. സ്വന്തം സഹപ്രവർത്തകർക്ക് വിശ്വാസമില്ലാത്ത ഒരു കൂട്ടത്തിന്റെ കൂടെ ഇദ്ദേഹം KPCC പ്രസിഡന്റായി ഇരുന്നിട്ട് ഏത് പിണറായി വിജയനെ എതിർക്കാൻ പോകുന്നത്? ആദ്യം സ്വന്തം പാളയത്തിലെ പടയല്ലേ അദ്ദേഹത്തിന് തീർക്കേണ്ടി വരിക. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞ ഒന്നും നടക്കാത്തത്. സെമി കേഡർ പാർട്ടിയാവാത്തത് എന്തുകൊണ്ടാ കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റികൾ പ്രാവർത്തികമാക്കാത്തത്? എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യയശാസ്ത്ര പഠന പരിപാടികളൊന്നും നടക്കാതെ പോയത്? പറഞ്ഞതൊന്നും നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം ഈ പാളയത്തിൽ പടയോട് യുദ്ധം ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഏത് ഭാഷയും ഉപയോഗിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇതാണ് കാര്യം. എന്നിട്ട് ഇപ്പോൾ ശ്രീകുമാർ പറയുന്നത് എന്താ? നിങ്ങളെ മുഖ്യമന്ത്രി എവിടെ? ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യത്തെ തെരഞ്ഞെടുപ്പല്ലല്ലോ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നതും CPM മത്സരിക്കുന്നതും. ഇതിനേക്കാൾ വലിയ വിജയം നേടിയ തെരഞ്ഞെടുപ്പുകളിൽ CPM വളരെ പ്രഭാവത്തോടു കൂടി നിന്ന കാലം ഉണ്ടായിരുന്നില്ലേ? അന്നും സഖാവ് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അന്നുമാണ് പോളിറ്റ് ബ്യൂറോ അംഗം. ഏതാണ്ട് ഒരു 3 ദശകത്തിലേറെ കാലമായി, 90കളുടെ പകുതി തൊട്ട് അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. സ്മൃതി ഒരു മാധ്യമപ്രവർത്തകയല്ലേ? ശ്രീകുമാർ അതിനേക്കാൾ മുതിർന്ന മാധ്യമപ്രവർത്തകയല്ലേ? നിങ്ങൾ പറ, ഇതിനു മുമ്പേ നടന്ന ഈ 30 വർഷം പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഏത് തെരഞ്ഞെടുപ്പുകളിലാണ് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് അങ്ങനെ വലിയ ഒരു CPM-ന്റെ നേതാവായിട്ട് ഐക്കണായിട്ട് പോയിട്ടുള്ളത്? അദ്ദേഹത്തെ അല്ലെങ്കിൽ CPM തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ സാധാരണഗതിയിൽ CPM-ന്റെ നേതൃരൂപത്തെ എങ്ങനെയാ കണ്ടുവരുന്നത്? പക്ഷെ കഴിഞ്ഞ 30 വർഷത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമാണെന്നും BJP-ക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ പങ്കുണ്ട് എന്നും ആവർത്തിച്ചു പറയുന്നത് ഇവിടുത്തെ ഇടത് സർക്കാർ തന്നെയാണല്ലോ. ആ നിലയ്ക്ക് BJP-ക്കെതിരായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് പോയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ, അല്ലേ? അപ്പോൾ ഈ ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ചുക്കാൻ പിടിക്കാൻ അദ്ദേഹം കൂടി പോകേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം വന്നാൽ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അതിനെ എങ്ങനെയാണ് ഖണ്ഡിക്കുക? CPIM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ ആണ്. ആ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച്, അഖിലേന്ത്യാ കേന്ദ്രം കേന്ദ്രീകരിച്ച്, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി കേന്ദ്ര സെന്റർ എന്ന് പറയും, അത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളുമാണ് രാജ്യം മുഴുവൻ ഉള്ള വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങൾക്കും സംഘാടന പ്രവർത്തനങ്ങൾക്കും പോകാറുള്ളത്. അതാണ് CPIM-ന്റെ രീതി. ഇക്കാലം അത്രയും അങ്ങനെ തന്നെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് CPIM സ്വീകരിച്ചിട്ടുള്ളത്.
ഇപ്പൊ പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ നേതാക്കൾ തന്നെയാണ് പുറമെ ബംഗാളിൽ കൂടുതൽ ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പോകുന്നു. ത്രിപുരയിൽ ഞങ്ങൾ നഷ്ടപ്രതാപം തിരിച്ചെടുക്കാൻ മത്സരിക്കുകയാണ്, അവിടുത്തെ നേതാക്കൾ കൂടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള നേതാക്കൾ പോകുന്നു. കേന്ദ്ര സെക്രട്ടേറിയറ്റിലും പോളിറ്റ് ബ്യൂറോയിലും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള PB അംഗം സഖാവ് MA ബേബി, അദ്ദേഹം ആന്ധ്രയിലുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയിൽ അവിടെ യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന വാർത്തകളും ഫോട്ടോകളും വന്നില്ലേ. ഇതാണ് CPIMന്റെ രീതി. അത് പിണറായി വിജയൻ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. CPIMന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് അതിന്റെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയും മറ്റു സംസ്ഥാനങ്ങളിലേക്കുമുള്ള ചുമതലകൾ നിശ്ചയിക്കുന്നത്. അത് തന്നെയാണ് നാളിതുവരെ നടന്നിട്ടുള്ളത്. അപ്പോ ഇതെന്തിനാ വിവാദമാക്കുന്നത്? മറ്റൊരു വിഷയവുമില്ല. ഇന്നലെ ഈ വിജിലൻസ് കോടതിയുടെ വിധി കൂടി വന്നതോടുകൂടി ഈ പിണറായി വിജയനെ ആക്രമിക്കുന്നതിന് തൽക്കാലം ആയുധങ്ങൾ കൂമ്പടഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ ഇത് കിട്ടട്ടെ. കഴിഞ്ഞ നവംബർ തൊട്ട് നിങ്ങൾ സഖാവ് പിണറായിയുടെ പരിപാടികൾ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ സ്മൃതി, പിണറായിയുടെ പരിപാടികൾ നോക്കൂ. താലൂക്ക് അദാലത്തുകൾ, ജില്ലാ അദാലത്തുകൾ, അതിനു പുറമെ നവകേരള സദസ്സുകൾ, തുടർച്ചയായി ഇങ്ങനെ അദ്ദേഹം പരിപാടികളിലാണ്. എവിടെയും അദ്ദേഹം വിശ്രമിക്കാൻ പോയില്ല, ഈ തെരഞ്ഞെടുപ്പ് വരെയും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് ജൂൺ 4 വരെ. ഗവൺമെന്റിന്റെ മന്ത്രിസഭാ യോഗം ചേർന്ന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും അത്തരം പെരുമാറ്റച്ചട്ടങ്ങൾക്ക് അപ്പുറത്തുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഭരണതലത്തിലുള്ള നടപടികൾ തന്നെ ഇപ്പോ ലഘൂകരിച്ച് നിൽക്കുന്ന സമയമാണ്. തുടർച്ചയായി മാസങ്ങളായി ഈ തുടർച്ചയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് ഒരു വിശ്രമം നയിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചികിത്സ പോലും മാറ്റിവെച്ച് ഈ കേരളത്തിനോടൊപ്പം നിൽക്കേണ്ട സന്ദർഭത്തിൽ അദ്ദേഹം നിന്നിട്ടില്ലേ? പ്രളയം നടന്ന സമയത്ത് അദ്ദേഹം ചികിത്സക്ക് പോകേണ്ട സന്ദർഭമായിരുന്നു. പക്ഷെ നാട് കണ്ടില്ലേ, അദ്ദേഹം ചികിത്സ മാറ്റിവെച്ചു, കേരളം നേരിടുന്ന പ്രതിസന്ധിയോടൊപ്പം നിന്നു. അങ്ങനെയൊക്കെ നിന്ന ഒരാളെ അദ്ദേഹം ഇപ്പോൾ കാര്യമായിട്ട് വേറെ ഭരണപരമായ ചുമതലകൾ പെരുമാറ്റച്ചട്ടം മൂലം എടുക്കാനില്ലാതിരിക്കുന്ന ഒരു ഈസിനസ് ഉള്ള സന്ദർഭത്തിൽ ഒരല്പസമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിനെ വിവാദമാക്കുന്നത് പോലും എന്തുമാത്രം അപഹാസ്യമാണ് നമ്മുടെ നാട്ടിൽ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്നത്തെ പോളിംഗ് ചർച്ച ചെയ്യൂ, ആ 93 അതിലേക്ക് വരികയാണല്ലോ. ഈ 3 അതിലേക്ക് വരികയാണല്ലോ. ഇടവേളയ്ക്ക് ശേഷം അതിലേക്കാണ്. ദയവായി എല്ലാ അതിഥികളും തുടരുക. ഇടവേള. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.